ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നെയ്മറുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നെയ്മറിനെ കുറിച്ച് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമവും പ്രമുഖ മാധ്യമപ്രവർത്തകനായ ഫെബ്രിസിയോ റൊമാനോ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു. നെയ്മർ സാന്റോസുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഫെബ്രിസിയോ റൊമാനോ ട്വീറ്റ് ചെയ്യുന്നത്. അടുത്ത 6 മാസത്തേക്ക് നെയ്മർ സാന്റോസുമായി കോൺട്രാക്ട് പുതുക്കിയേക്കുമെന്നായിരുന്നു ന്യൂസുകൾ വന്നത്. ഇപ്പോൾ ഫെബ്രിസിയോ റൊമാനോ പുതിയ ട്വീറ്റ് പുറത്തുവിട്ടിരിക്കുന്നു. 2026 ഡിസംബർ വരെയാണ് ഇപ്പോൾ നെയ്മർ സാന്റോസുമായി കോൺട്രാക്ട് പുതുക്കുന്നത്. ഇത് ഫെബ്രിസിയോ റൊമാനോ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വർഷത്തേക്ക് നെയ്മർ സാന്റോസുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കുകയാണ്. ഇത് നെയ്മറിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഏറ്റവും മികച്ച ഒരു തീരുമാനമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. നെയ്മർ മികച്ച പെർഫോമൻസ് ആണ് സാന്റോസിന് വേണ്ടി ലീഗിന്റെ അവസാന ഘട്ടങ്ങളിൽ കാഴ്ചവെച്ചിരുന്നത്. സാന്റോസിനെ റെലഗേഷനിൽ നിന്നും നെയ്മർ പരിക്ക് വെച്ചുകൊണ്ട് തന്നെ കളിച്ചുകൊണ്ട് സാന്റോസിനെ റെലഗേഷനിൽ നിന്നും രക്ഷിച്ചെടുത്തിരുന്നു. മറ്റൊരു ക്ലബായ ഫ്ലെമിംഗോയിലേക്ക് നെയ്മർ പോയേക്കുമെന്നുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാന്റോസുമായി തന്നെ നെയ്മർ കോൺട്രാക്ട് പുതുക്കുകയാണ്. നിലവിൽ നെയ്മർ ഒരു സർജറി കഴിഞ്ഞുകൊണ്ട് റെസ്റ്റിലാണുള്ളത്. ഫെബ്രുവരിയിൽ നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത വേൾഡ് കപ്പാണ് നെയ്മറിന്റെ ടാർഗറ്റ് ഉള്ളത്. അടുത്ത വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ പൂർണ്ണ ഫിറ്റ്നസോടുകൂടി ബ്രസീലിയൻ സ്ക്വാഡിൽ ഇടം പിടിക്കണമെന്നാണ് നെയ്മർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇപ്പോൾ നെയ്മർ സാന്റോസുമായിട്ടുള്ള കോൺട്രാക്ട് ഒരു വർഷത്തേക്ക് പുതുക്കിയേക്കുമെന്നാണ് ഇപ്പോൾ ഫെബ്രിസിയോ റൊമാനോ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്.